കസുവ എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യാൻ കസുവ എപ്പോഴും കൂടെ ഉണ്ടാകും. ഹിജ്റക്ക് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നില്ലേ കസുവ, മലകൾ കടന്നില്ലേ ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരോ വാഹനമാണല്ലോ കസുവ, മുത്തിനൊട്ടകമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയാണോ? അന്ന് കസുവയും പട്ടിണിയാ. തങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? അന്ന് കസുവയും ഭക്ഷണം കഴിക്കില്ല. പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോൾ പതറാതെ നിന്നില്ലേ കസുവ, കൽബ് കവർന്നില്ലേ. 10 കൊല്ലത്തോളം അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത, അല്ലാഹുവിന്റെ റസൂലിന്റെ വാഹനമായി ഉപയോഗിച്ച മൃഗമാണ് കസുവ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതാ ചെറുപ്പകാലത്ത് തന്റെ ഉമ്മദാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതെന്റെ മകൻ അനസാണ് നബിയെ, തങ്ങൾക്കുള്ളതാ. അതാ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ, ഇതെന്റെ മകൻ അനസാണ് നബിയെ, ഈ അനസിനെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാനാണ് അനസിനെ തരുന്നതെന്ന് പറഞ്ഞു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം അതാ സേവനം ചെയ്യുകയാണ് അല്ലാഹുവിന്റെ റസൂലിനെ. അതുപോലെ കസുവ എന്ന് പറയുന്ന ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിന് 10 വർഷം ഖിദ്മത്ത് ചെയ്ത ഒരു ഒട്ടകമാണ്. കസുവയുടെ മരണം എങ്ങനെയാണെന്നറിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ കട്ടിലിന്റെ അടിയിൽ കിടന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ് കസുവ. മുത്തിൻ വഫാത്തിന്റെ നേരത്ത് കട്ടിലിൻ ചോട്ടിലിരുന്നില്ലേ കസുവ, പൊട്ടിക്കരഞ്ഞില്ലേ. മുട്ടി നടന്നും മിഴഞ്ഞും ഭക്തിന്റെ മണ്ണില മറന്നില്ലേ കസുവ,